ഹലോ, ഇന്ന് വളരെ സിമ്പിളായിട്ട് ചിക്കൻ പാസ്ത എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കണം. തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഓയിലും ചേർക്കുക. ശേഷം തിളക്കുന്ന വെള്ളത്തിലേക്ക് മാക്രോണി ഇടുക. 250 ഗ്രാം മാക്രോണിയാണ് ഞാൻ എടുത്തത്. മാക്രോണി ജസ്റ്റ് ഒന്ന് നിറം മാറി വരുന്ന വരെ മാത്രം വെന്താൽ മതിയാകും. ഏകദേശം 5 മിനിറ്റ്. അപ്പോഴേക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 150 ഗ്രാം ചിക്കനാണ് എടുത്തത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാമാണ് ചേർത്തത്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. മാക്രോണി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റെയിനറിലേക്ക് വെള്ളം കളയാനായിട്ട് വെക്കണം. ഇനി മാരിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക. ശേഷം ചിക്കൻ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ബോൺലെസ് ചിക്കൻ അല്ല എടുത്തത്. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത ശേഷം നന്നായിട്ട് കൈ കൊണ്ടോ കത്തി കൊണ്ടോ ഷ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിനുള്ള വെജിറ്റബിൾസ് ആണ്: 1.5 കഷ്ണം സവാള, 2 പച്ചമുളക്, ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, കുറച്ച് സ്വീറ്റ് കോൺ, ഒരു തക്കാളിയുടെ പകുതി. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ 2 ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും ഇത് മാറ്റണം. ഇതേ എണ്ണയിലേക്കാണ് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുക്കാൻ പോകുന്നത്. ആദ്യം ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ശേഷം പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കുക. സവാള ചേർക്കാം. എപ്പോൾ സവാള ചേർക്കുമ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്.
സവാള ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കുക. നന്നായി ഒന്നുകൂടി ഇളക്കുക. തക്കാളി പെട്ടെന്ന് വെന്ത് വരും. ഇനി ഇതിലേക്ക് സ്വീറ്റ് കോൺ ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കണം. മുളക് പൊടി കളറിന് വേണ്ടിയാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കുക. ഇതൊരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം എപ്പോഴും ചേർക്കുന്ന സമയത്ത് ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. ഇതിൽ ഉപ്പ് ഉണ്ടാവും. 1/4 പകുതി. കാൽ ടീസ്പൂൺ സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാനുണ്ട്. ഇനി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മാക്രോണി ഇതിലേക്ക് ചേർക്കുക. മാക്രോണി നമ്മളിതുപോലെ സ്റ്റെയിനറിൽ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. മറ്റേത് കട്ട പിടിച്ച് നിൽക്കും. നന്നായി മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാവുന്നതാണ്. എനിക്ക് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. കറക്റ്റായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഗ്രീൻ ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും കൊറിയാൻഡർ ലീവ്സും കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.